എല്ലാ NRI ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന ചോദ്യമാണ് ഡോളർ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡോളറിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പ്രത്യേകിച്ച് GCC പോലെ രാജ്യങ്ങളിൽ നിൽക്കുന്ന പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ എമൗണ്ട് വെച്ച് ഡോളറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടാറ്റ മ്യൂച്വൽ ഫണ്ടാണ് ഇങ്ങനത്തെ ഒരു സുവർണാവസരം നമുക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ടാറ്റ ഇന്ത്യ ഇക്വിറ്റി ഡൈനാമിക് ഫണ്ട് ഒരു ഫണ്ട് ഓഫ് ഫണ്ടാണ്. ഇതിൽ നമുക്ക് ലംസമായിട്ട് $500 മുതലുള്ള അഥവാ 1800 ദിർഹത്തിന് താഴെ വരുന്ന ഒരു എമൗണ്ട് വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കയ്യിൽ എപ്പോഴാണോ ഒരു $100 വരുന്നത് വെച്ചാൽ മിനിമം $100 വെച്ച് നമുക്കിത് ടോപ്പ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഫണ്ടിൽ നമ്മുടെ ഇവിടുത്തെ UAE അല്ലെങ്കിൽ സൗദി പോലെ രാജ്യങ്ങളിലെ ലോക്കൽ ബാങ്കിൽ നിന്ന് അഥവാ എമിറേറ്റ്സ് NBD FAB മഷരിക്ക് പോലുള്ള അക്കൗണ്ടിൽ വെച്ച് നമുക്ക് നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കും. ഈ ഫണ്ടിൽ നമ്മൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമൗണ്ടിന് നമുക്ക് യാതൊരു ടാക്സിബിലിറ്റിയും വരുന്നില്ല. നമുക്ക് പാൻ കാർഡ് ഇല്ലാതെ തന്നെ ഈ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ UAEയിലുള്ള അഡ്രസ് പ്രൂഫുകളും UAEയിലുള്ള പാസ്പോർട്ടുകളുടെ ഡോക്യുമെൻറ്റ് വെച്ച് നമുക്കിതിൽ KYC എടുക്കുവാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. നമുക്ക് നമ്മുടെ ഫണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ടാറ്റ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും മറ്റുള്ള മുഖേന നമുക്ക് കാണുവാനും സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഫണ്ടിൽ നമുക്ക് ലഭ്യമാണ്. ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, നമ്മളൊരു പ്രവാസി അല്ലാത്ത സമയത്ത് നമ്മൾ നാട്ടിലാണെങ്കിൽ നാട്ടിൽ അക്കൗണ്ടിലോട്ട് ഈ ഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അതിനുള്ള ഓപ്ഷനും ഈ ഫണ്ടിലുണ്ട്. നമ്മൾ NRI ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ബാങ്കിലോട്ടാണ് ഈ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു ടാക്സിബിലിറ്റിയോ ആ ഫണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനും പറ്റും. ഇനി അത് മാത്രമല്ല നമുക്ക് ഡോളറിലുള്ള അപ്രീസിയേഷനും ഇതിൽ കിട്ടുകയും ചെയ്യും. ഇനി ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയിലാണ് ഈ ഡോളർ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ ഡോളർ ഫണ്ടുകളിലൊക്കെയാണ് വെച്ചാൽ 5 to 6% ഒക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ. പക്ഷേ ഈ ഫണ്ട് 2.5% ബിലോ ആണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഈ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.